ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഗുജറാത്തി പഫ്ത എന്ന് പറഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നമ്മുടെ സാധാരണ ബേസൻ ഫ്ലോർ, അതായത് കടലമാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് കടലമാവിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അജ്വൈൻ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ അയമോദകം എന്ന് പറയും. അയമോദകം എല്ലാ ഒരുവിധ ഷോപ്പിലും കിട്ടും, സാധാരണ ഹോൾസെയിൽ ഷോപ്പിലും കിട്ടും. അപ്പോൾ അയമോദകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും കിട്ടുവാണെങ്കിൽ ചേർക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ മസ്റ്റായിട്ട് മുൻനിർത്തുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അയമോദകത്തിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന് കൂടുതൽ വെറൈറ്റി ആയിട്ട് നിർത്തുന്നത് നമ്മുടെ കേരള സ്നാക്സിനേക്കാളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് ഒരുമിച്ചങ്ങ് ഒഴിക്കാൻ വെള്ളം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട്, ഓവർ ലൂസാവാൻ പാടില്ല, എന്നാൽ ഓവർ ടൈറ്റ് ഇച്ചിരി ആയാലും കുഴപ്പമില്ല, പക്ഷേ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ആ റോള് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പീസാക്കിയിട്ട് ഇത്രയും വലിപ്പമുള്ള ഒരു ഉണ്ട എടുത്തിട്ട് നമ്മൾ, നിങ്ങൾക്ക് നല്ല വലിപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള ഉണ്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി ആക്കിയിട്ട് നമ്മൾ ഇനി ഇത് ആദ്യം നമുക്കൊരു സ്റ്റിക്ക് മാതിരി ആക്കി വെക്കണം. എന്നിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്ലോർ, അത് സാധാരണ മൈദപ്പൊടി ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. കാരണം വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കുക. അതാണ് നമ്മൾ പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ, അത് കുറച്ചൊരു ലൂസാണെങ്കിൽ കൂടെ നമ്മൾ ഈ ഫ്ലോറൊന്ന് അതിൻ്റെ മേത്തേക്ക് മേലിലേക്ക് വിതറുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ കിട്ടും. അപ്പോൾ എല്ലാത്തിലും ഒന്ന് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഓരോന്നെടുത്തിട്ട് നമ്മൾ വട്ടത്തിൽ പരത്താതെ നമ്മൾ നീളത്തിലേക്ക് പരത്തിയെടുക്കുക. നമുക്ക് എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നൈസായിട്ട് പരത്തിയെടുക്കുക. പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ മൈദപ്പൊടിയല്ല, അപ്പോൾ പെട്ടെന്നൊരു സ്റ്റിക്നെസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ആ ഫ്ലോർ വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്ലോർ അതിൻ്റെ മേലേക്ക് ചെയ്ത് കൊടുത്തിട്ട് ആക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ അവരുടെയെന്ന് വെച്ചാൽ കറക്റ്റിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ഒരു കൈയുടെ പകുതി വീതിയും അതുപോലെ തന്നെ ഒരു കൈയുടെ വലിപ്പം, അതിനേക്കാളും ഒരു ഇഞ്ചും കൂടെ വലിപ്പത്തിലാണ് ഉണ്ടാവുക. വലിപ്പമൊക്കെ ഏകദേശം, നീളമൊക്കെ ഏകദേശം ഇതേ ടൈപ്പ് ആയിരിക്കും, പക്ഷെ വീതി നമുക്ക് കുറച്ചും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വീതിയാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒന്നുമില്ല, എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ട. അപ്പോൾ നമ്മൾ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ നൈസായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിൻ്റെ അകത്ത് ഫ്ലേവേഴ്സ് ഒന്നുമില്ലല്ലോ അങ്ങനെയെന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഒരു കടലമാവിൻ്റെ ടേസ്റ്റ്, മൈദയുടെ ടേസ്റ്റ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ടേസ്റ്റും അതുപോലെ തന്നെ പിന്നെ അയമോദകത്തിൻ്റെ ടേസ്റ്റും വേറെ തന്നെ നമുക്ക് മുൻനിർത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് 100% വിശ്വാസമുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.